കേരളത്തിൽ 2 എംഎൽഎമാർ ഏറ്റുമുട്ടുന്ന വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുന്നു. എൽഡിഎഫിന്റെ വികസന നയങ്ങളുമായി സ്ഥാനാർത്ഥി കെ ശൈലജ പ്രചരണം തുടരുമ്പോൾ ടി.പി. വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രചരണായുധമാക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയും തിരക്കേറിയ പ്രചരണ പരിപാടികളിലാണ്. തികച്ചും അപ്രതീക്ഷിതമായാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ 2 എംഎൽഎമാർ നേർക്കുനേറെത്തിയത്. കെ ശൈലജയായിരിക്കും എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെന്ന് അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വരവ് ഒരു ട്വിസ്റ്റായിരുന്നു. വടകരയിലെ സിറ്റിംഗ് എം.പി. കെ മുരളീധരൻ തൃശൂരിലേക്ക് പോയതോടെയാണ് ഷാഫി വടകരയിൽ എത്തിയത്. ഇതോടെ വടകരയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ആകെ മാറിമറിഞ്ഞു. പക്ഷെ അപ്രതീക്ഷിതമായി എത്തിയ സ്ഥാനാർത്ഥിയെ വടകര നിരാശപ്പെടുത്തിയില്ല. ഷാഫി പറമ്പിലിനെ ഇരു കൈയും നീട്ടിയാണ് അവർ സ്വീകരിച്ചത്. വടകരയിൽ വന്നിറങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു. വടകരയിലെ വലിയ ജനക്കൂട്ടം, പാർട്ടി മുന്നണി പ്രവർത്തകർ, ജനങ്ങളെല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അപ്പം അവർ പറയുന്നുണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് പാലക്കാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ മെല്ലെ പ്രചരണം തുടങ്ങി. കഴിയാവുന്ന സ്ഥലങ്ങളിലും കൺവെൻഷനിലൊക്കെ ഇങ്ങനെ ചെറുതായി പങ്കെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം 1-2 ക്യാമ്പസുകളൊക്കെ വിസിറ്റ് ചെയ്തു. അപ്പം ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം തോന്നുമാറൊരു സപ്പോർട്ട് വടകരയിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടുകയാണ്. ശൈലജയ്ക്കും എൻഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്കുമൊപ്പം ഷാഫി കൂടിയെത്തിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ശക്തമായി. മണ്ഡലത്തിൽ എൽഡിഎഫ് മുന്നോട്ട് വെക്കുന്ന വികസന നയങ്ങളും അധികാരത്തിലിരുന്നപ്പോൾ ജനങ്ങൾ നൽകിയ പിന്തുണയുമാണ് ശൈലജയുടെ ആത്മവിശ്വാസം. എനിക്ക് എൻ്റെ ഈ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എം.എൽ.എ. ആയാലും മന്ത്രി ആയാലും ആ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു സമീപനമുണ്ട്. അത് ഒരു ടീം രൂപീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറിവുള്ള ആളുകളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് പദ്ധതികളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാനത് ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിലെ കാർഷിക മേഖലയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ ടി.പി. വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് യുഡിഎഫിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും 2 എംഎൽഎമാർ തമ്മിലുള്ള മത്സരം കൂടിയായതോടെ വടകര മണ്ഡലത്തിലെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, കോഴിക്കോട്.